ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാം. അപ്പം ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്കറിയാവോ എന്ന് സ്വയം തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം. ഇപ്പം നമ്മുടെ എക്സാമൊക്കെ ഏകദേശം അടുത്തെത്താറായിരിക്കുകയാണ് അല്ലേ? ഇപ്പം ജാനുവരി പകുതി എത്തിയിരിക്കുന്നു. ഇനി നമുക്ക് ഏകദേശം ഒരു 1.5 മാസം സമയം കൂടി ഉണ്ടാവും. അപ്പോൾ ഇതിനിടയിൽ ഇതുവരെ നമ്മുടെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ സബ്ജക്റ്റിലെയും അല്ലെങ്കിൽ വേണ്ട ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലെങ്കിലും എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടോ? ഇനി വെറുതെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രം പോരെ, പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഞാനൊരു ടോപ്പിക്കിനെ പറ്റി ആലോചിച്ച് നോക്കുമ്പോൾ അതെല്ലാ കാര്യങ്ങളും ഓർമ്മ വരുന്ന ആരെങ്കിലും ഉണ്ട്. ഇപ്പം നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സ് ചാപ്റ്റേഴ്സിലെ എല്ലാ കാര്യങ്ങളും ഒന്ന് ഇരുത്തി ആലോചിച്ച് കഴിഞ്ഞാൽ ഓർമ്മ വരുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടോ? ഇനി ഏത് രീതിയിൽ ചോദ്യം തന്നു കഴിഞ്ഞാലും ആൻസർ ചെയ്യാൻ പറ്റും എന്ന് ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? ഇതിനൊക്കെ മെജോറിറ്റി ആൾക്കാരുടെയും ഉത്തരം എന്ന് പറയുന്നത് നോ ആയിരിക്കും അല്ലേ? അതിനൊരു റീസൺ കൂടിയുണ്ട്. നിങ്ങൾ പഠിക്കാഞ്ഞിട്ടോ നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം അല്ലേ? പക്ഷെ മാർക്ക് കുറയും. എന്തുകൊണ്ടാണ്? അത് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുപോലെ പഠിക്കാത്തത് കൊണ്ടാണ് അല്ലേ? വെറുതെ ഇപ്പോഴത്തെ ഒരു പരീക്ഷാ സ്കീം അനുസരിച്ച് ടെക്സ്റ്റ് ബുക്ക് വായിച്ചത് കൊണ്ട് മാത്രം നമുക്ക് നല്ല മാർക്ക് നേടാനായിട്ട് പറ്റില്ല. അങ്ങനെ നേടാനാണെങ്കിൽ എല്ലാ സബ്ജക്റ്റിനും ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം അല്ലേ? പക്ഷെ ഇപ്പോൾ നമ്മുടെ എക്സാം പാറ്റേൺ ഒക്കെ മാറി ആപ്ലിക്കേഷൻ ലെവലിലേക്ക് എത്തി നിൽക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇൻ ഡെപ്തിൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പ്രാക്ടിക്കൽ ലെവലിലേക്ക് ഓരോ ടോപ്പിക്കും പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് പഠിച്ചാൽ മാത്രം പോരെന്നേ, ഇനി അങ്ങോട്ട് നന്നായിട്ട് റിവൈസ് ചെയ്യണം. കാരണം നമ്മൾ ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ നാളെ പറഞ്ഞു, നാളെ പഠിക്കുന്ന കാര്യങ്ങൾ വീണ്ടും മറന്നു. അങ്ങനെയാണെങ്കിൽ എന്നും ഫ്രഷ് ആയിട്ട് ഇത് പഠിച്ചുകൊണ്ടിരിക്കാനേ നമുക്ക് നേരെ ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പം നമുക്ക് മടുക്കും, നമുക്ക് ദേഷ്യം വരും, പിന്നെ ഇനി ഞാൻ ഒന്നും പഠിക്കുന്നില്ല എന്ന് വിചാരിച്ച് മാറിയിരിക്കും. അതൊക്കെ ഒന്ന് മാറ്റണ്ടേ? അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ വെറുതെ പഠിച്ചാൽ മാത്രം പോരാ, റിവിഷൻ നടത്തുക കൂടെ വേണം. ഇനി അതും കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരമാവധി ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾക്ക് മടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ടൈം ടേബിളൊക്കെ തന്ന് ഇന്ന ദിവസം ഇന്ന കാര്യങ്ങൾ പഠിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ തിങ്കളാഴ്ചയാണ് ഇന്ന സബ്ജക്റ്റിലെ ഏത് ചാപ്റ്റർ പഠിക്കണം, നാളെ അതെങ്ങനെ റിവൈസ് ചെയ്യണം, ഇനി അതിൻ്റെ എക്സാം എങ്ങനെ എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരാൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നാലോ അടിപൊളിയായിരിക്കില്ലേ? അങ്ങനെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ എൻ ഗെയിം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി കുറേ നാൾ കഴിഞ്ഞിട്ട് അയ്യോ മിസ്സേ ഞാൻ ജോയിൻ ചെയ്തു, ഇപ്പോൾ ഈ ചാപ്റ്റർ തൊട്ടേ പഠിപ്പിക്കുന്നുള്ളൂ, 2 ചാപ്റ്റർ റിവൈസ് ചെയ്ത് കഴിഞ്ഞോ, എനിക്ക് ആദ്യം തൊട്ടേ വേണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. കാരണം നമ്മളിതാ ഇപ്പോൾ ഈ ജാനുവരി മുതൽ തന്നെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇനി ഒട്ടും തന്നെ വൈകിക്കണ്ട. അപ്പോൾ താഴെ കാണുന്ന 9995400800 എന്ന നമ്പറിലേക്ക് നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്യോ കോൾ ചെയ്യോ ചെയ്താൽ മതി. നിങ്ങൾക്ക് അവരെല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരും. സാറ്റിസ്ഫൈഡ് ആണെന്ന് തോന്നിയാൽ മാത്രം നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ഓണപ്പരീക്ഷ പോലെയോ അല്ലെങ്കിൽ ക്രിസ്മസ് പരീക്ഷ പോലെയല്ല, നിങ്ങൾക്കറിയാലോ ഓൾ പാസ് എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. തോറ്റു, ഇനി തിരുത്താൻ ഒരു അവസരം ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ നമ്മുടെ എൻ ഗെയിം ബാച്ചിലേക്ക് പോരെ. ഓൾ ദി ബെസ്റ്റ്.